ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. കോഴി പൊരിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്. ഒരു 5 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണീൻ്റെ റെസിപ്പി ഇടുമെന്ന് ഒരുപാട് കമൻറ്റ് വന്നതാണ് കേട്ടോ, റിക്വസ്റ്റ് വന്നതാണ്. അപ്പോൾ എന്നാൽ അതിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിതാ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് വെള്ളം വാരണം. ചിക്കനിലത്തെ വെള്ളം മുഴുവൻ പോയതിന് ശേഷം നമ്മൾ അതിലേക്കൊരു മസാല ഉണ്ടാക്കേണ്ടത്. അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കനെ അനുസരിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കുക കേട്ടോ. ഞാനിതിൽ കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചിട്ട് ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനത് ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ അതാ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ. ഒരേപോലെ വേകട്ടെ വേണ്ടി നിൽക്കരുത്. പുറം ഒന്ന് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കണം. ഒരേപോലെ കുറേ നേരം വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ചിക്കൻ ഒന്ന് ഹാർഡായി പോകും. അപ്പോൾ കഴിക്കുമ്പോൾ അത്ര വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, ചിക്കൻ ഹാർഡായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിടുക. അതുപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ചിടുക. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പുറം നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് ചിക്കൻ കിട്ടണം. അപ്പോഴാണ് നമുക്ക് ബിരിയാണിയിൽ ഇട്ടിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പൊരിച്ച് ബിരിയാണി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, നല്ലൊരു മണമാണ് കേട്ടോ. ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യവും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനും പൊരിച്ചെടുക്കണമെന്ന് കാണിക്കണില്ല. ബാക്കിയുള്ളത് ഞാൻ അവിടെ പൊരിക്കാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് എടുത്തിരിക്കുന്ന 4 ഉള്ളിയാണ്. ഇത് ബിരിയാണിയിലേക്കും മസാലയിലേക്കും നമുക്ക് ദമ്മിടാനും ഒക്കെ പാടാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ 1 ഉള്ളി എടുത്തിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട്. ഉള്ളി നന്നായിട്ട് കനല്ലാതെ അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം എണ്ണ നല്ല ചൂട് വേണം. എണ്ണ ചൂടുള്ള സമയത്ത് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളി എങ്ങനെയാണ് കറക്റ്റായിട്ട് ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആ ഉള്ളി അവിടെ ഫ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. അരി ഞാനൊരു 20 മിനിറ്റാണ് അവിടെ കഴുകിയിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണുള്ളൂ. ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ് കേട്ടോ. അതായിട്ട് ബിരിയാണി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടാവും. ചോറ് മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വിടർത്തിയിടുക, അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകുക. 1 ഉള്ളിയാണ് ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്യട്ടെ, അത് വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെയാണ് 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 തുണ്ട് തക്കോലം, 1 തുണ്ട് പട്ട, 1 ബേ ലീഫിൻ്റെ തുണ്ട്, ചെറിയ ബേ ലീഫാണ് കേട്ടോ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച 3 വലിയ ഉള്ളി, നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉള്ള ഉള്ളി എടുക്കുക. നമ്മൾ 1 കിലോൻ്റെയും 1.5 കിലോൻ്റെയും 2 കിലോൻ്റെയും 3 കിലോൻ്റെ ഒക്കെ ബിരിയാണി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലൊക്കെ പിൻ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ സ്പൈസസൊക്കെ പൊട്ടി നന്നായിട്ട് ഫ്ലേവർ വരുന്ന ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉള്ളി ഇട്ടിട്ട് ബാക്കിയുള്ള 3 ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഉള്ളി ഇട്ടിട്ട് ഇതേപോലെ ഗോൾഡൻ കളറാവുന്നവരെ തന്നെ വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറാവുന്നവരെ വഴറ്റിയെടുത്ത് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഒരിക്കലും കേട് വരില്ല കേട്ടോ. പുറത്ത് വെച്ചാലും കേട് വരില്ല. ഉള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും രണ്ടും ഒരേപോലെയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ വഴറ്റി കൊടുക്കുക. പച്ചമണം നന്നായിട്ട് പോയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇടുന്നുണ്ട്. ഞാനത് അതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഡപ്പകളിലാണ് കേട്ടോ മല്ലിയിലയും പുതിനയിലയൊക്കെ ആക്കി വെക്കുക. ഒരിക്കലും കേട് വരില്ല, അളിഞ്ഞു പോകില്ല, ഒന്നുമില്ല. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
നമ്മൾ മല്ലിയിലയും പുതിനയിലയൊക്കെ എണ്ണയിലിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ബിരിയാണിക്ക്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 3 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടണം, നമുക്ക് നന്നായിട്ട് തക്കാളി വെന്ത് കിട്ടണം. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2-3 പച്ചമുളക് ഞാൻ നടുകീറിയിട്ട് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും തക്കാളി ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ചായച്ച സമയത്ത് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചായച്ചിട്ട് ഇടാം കേട്ടോ. ഞാനത് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി മസാലയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ബിരിയാണി മസാലൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുക. നമ്മളിട്ട പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നമ്മൾ ചിക്കനിൽ മുളക് പൊടിയൊക്കെ കൂടുതലിട്ട കാരണം കൊണ്ടാണ് ഞാനിതിൽ ബിരിയാണിയിൽ ഒരുപാട് ഇടാത്തത് കേട്ടോ. പിന്നെ ഞാനിതാ പൊരിച്ച് വെച്ച ചിക്കനിന് 1 കിലോൻ്റെ അളവിനുള്ള ചിക്കനാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിയിലേക്ക് എടുത്തപ്പോൾ നല്ല പീസ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ അവിടെ വേറെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 5 പേർക്ക് ബിരിയാണി വേണം പറഞ്ഞപ്പോൾ കൊടുത്തതാണ്, ഉണ്ടാക്കിയതാണ് കേട്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 മുറി ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഞാനിതിലേക്ക് തക്കാളി കൂടുതലിട്ടിട്ടുണ്ടല്ലോ. പിന്നെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഹൈയിലാക്കി വെച്ചിട്ടുണ്ട്. ഹൈയിലാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടി ഒഴിച്ചിട്ട് ആ നെയ്യിലും എണ്ണയിലും പാടെ കടന്നിട്ട് നമ്മുടെ ചിക്കന് മസാലയൊക്കെ നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞ് വരണം. ആ സമയം വരെ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളം, ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിത് മസാല ഒന്ന് ലൂസായി കിട്ടണം, ഈ ചിക്കനൊന്ന് വെന്ത് കിട്ടണം. ചിക്കൻ വെന്ത ചിക്കൻ തന്നെയാണ്. ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടാണല്ലോ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചിക്കനിൽ വെള്ളം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ പച്ച ചിക്കനായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അതവിടെ ഞാൻ മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് അവിടെ ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. അത് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, ഏലക്ക, ഒരു ചെറിയൊരു പീസ് ബേ ലീഫ്, ഒരു തുണ്ട് പട്ട, ഇതെല്ലാം കൂടെ നല്ലപോലെ പൊട്ടി ഒന്ന് ഫ്ലേവർ വരുന്ന സമയത്ത് ഞാനിതിലേക്ക് വലിയ ഉള്ളിൻ്റെ പകുതി ഉള്ളി, മീഡിയം സൈസ് ഉള്ളിയാണെങ്കിൽ 1 ഉള്ളി എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നെയ്യ് ആദ്യം ഒഴിച്ച് കൊടുക്കണം, എണ്ണൻ്റെ ഒപ്പം തന്നെ, മറന്നതാണത്. എന്നിട്ട് നമ്മൾ ഇട്ട ഉള്ളി നല്ല ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കളർ മാറുള്ളൂ. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയതിനു ശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ചോറ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു മണവും ഉണ്ടാവും. ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. പിന്നെ അതൊക്കെ നല്ല വണ്ണം മൂത്ത് അതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ചോറിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അരിയിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ കുറച്ച് മുന്തി ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടുതലുണ്ടെന്ന് തോന്നണം, അപ്പോഴാണ് ചോറിൽ നന്നായിട്ട് ഉപ്പുണ്ടാവുള്ളൂ. കഴിക്കണ പോലെയല്ല, പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആ സമയം കൊണ്ട് ഞാനത് അരിയൊക്കെ ഒന്ന് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വാർന്ന് പോകണം അരിയിലത്തെ. നമ്മൾ അരിയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളം പാടെ ആകുമ്പോൾ ചോറ് വെന്ത് കുഴഞ്ഞ് ഒട്ടിപ്പോകും. ചിലർ പറയുന്നുണ്ട്, കമൻറ്റിൽ ഇടുന്നുണ്ട്, ചോറ് എങ്ങനെ നോക്കിയാലും വെന്ത് കുഴഞ്ഞ് പോകണം, എന്താ ചെയ്യുക, ചോറിന് മണം കിട്ടാൻ എന്താ ചെയ്യുക എന്നൊക്കെ. അതിനുള്ള എല്ലാതും ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അരി ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് 1 മുറി നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വലിയ മുറി നാരങ്ങൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചോറ് ഒന്നിലൊന്നും മുട്ടില്ല, നല്ല വെന്ത് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞാനത് മൂടി വെച്ചിട്ടുണ്ട്. ആവിയൊന്നും പുറത്ത് പോകാത്ത ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കട്ടോ. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായിട്ട് തിളച്ച് വരും. തിളച്ച് വന്നതിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ തിളക്കുന്നത് അതേപോലെ കുറുകുറുകുറുകേനെ തിളച്ചാൽ മതി കേട്ടോ. ഒരുപാട് നല്ല പോലെ തിളക്കരുത്.
അതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക. ഒരു 8-10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി ലെവലാക്കി ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനും നന്നായിട്ട് വെന്ത് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ദമ്മിടുന്ന സമയത്ത് ചിക്കനായാലും ചോറായാലും ഒരേ ചൂട് വേണം കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ദമ്മാവുള്ളൂ. ഇപ്പോൾ ഇത് ചിക്കനും നന്നായിട്ട് വെന്ത് നമ്മുടെ മസാലയൊക്കെ കണ്ട് നല്ല കളറിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മൊബൈലിൻ്റെ ഇതും കൊണ്ടാണ് കേട്ടോ. ചിക്കൻ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലൊരു പൊട്ട് പോലും വെള്ളം ഉണ്ടാകരുത് കേട്ടോ നമ്മൾ ദമ്മിടുന്ന സമയത്ത്. അപ്പോൾ ചോറ് ഉറന്ന പോലെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വെച്ച ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. ചിക്കനായിട്ട് മാറ്റിയിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ മേൽഭാഗത്തെ ചോറ് അടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി വറുത്തത്, മല്ലിയില, പുതിനയില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഗരം മസാലേൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിലും കളർ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ. ഞാനിപ്പോൾ കളറൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. മസാലേൻ്റെ കളറും ചോറും പാടാകുമ്പോൾ തന്നെ നന്നായിട്ടുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ചിക്കൻ മുഴുവനായിട്ടും കൊട്ടിയിട്ടുണ്ട്. നമ്മൾ 3/4 കിലോ അരിയിലേക്ക് 1 കിലോ ചിക്കനും കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനുള്ള പീസ് ഉണ്ടാവും. അതിന് ശേഷം ബാക്കിയുള്ള ചോറും ഞാൻ മുഴുവനായിട്ട് മേൽഭാഗത്ത് കൊട്ടി അത് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പും, മുന്തിരിയും, മല്ലിയിലയും, പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ രാവിലെ 7 മണിക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടാൻ മറന്നതാണ് ഇപ്പോൾ അതൊക്കെ എല്ലാം ഇട്ടതിന് ശേഷം ആവി പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കണം കേട്ടോ. ദം ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മളതിലേക്ക് നന്നായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യും കൂടി ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. 15 മിനിറ്റ് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വെക്കാൻ പേടിയുണ്ടെങ്കിൽ ഒരു ദോശത്താവ എന്തെങ്കിലും ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ബിരിയാണി ചെമ്പ് വെച്ചാലും മതി. അപ്പോൾ ഞാനിത് വിളമ്പണമൊന്നും കാണിക്കണില്ല. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂറും കഴിഞ്ഞതിന് ശേഷം മാത്രം വിളമ്പിയാൽ മതി കേട്ടോ. അതേപോലെ ഒരുപാട് കുത്തി ഇളക്കാണ്ട് വിളമ്പുക. ഞാനിപ്പോൾ ഇത് വെച്ച ചോറ് മുഴുവനും വലിയൊരു കാസറോളാണ് അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊടുത്തയക്കാനുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലേറ്റിൽ വിളമ്പിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.